നമസ്കാരം. ആളും തരവും നോക്കാതെ മറ്റുള്ളവരുടെ എല്ലാം നിങ്ങൾ തുറന്ന് പറഞ്ഞ് വിജയിക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കേണ്ട കേട്ടോ. മുഴുവൻ രഹസ്യങ്ങളും അതുപോലത്തെ നിങ്ങളുടെ ചരിത്രങ്ങളുമെന്നും അവരോട് മുഴുവനായിട്ടൊന്നും പറയാൻ നിങ്ങൾ നിൽക്കേണ്ട കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ അതേ അളവിലും തൂക്കത്തിലും നമുക്ക് തിരിച്ചറിയണമെന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയും വിചാരിക്കുകയും വേണ്ട. നിങ്ങൾ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ റിവെഞ്ച് അല്ലെങ്കിൽ പ്രതികാരം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആ വേദനയ്ക്കുള്ള കാരണം അവരല്ല എന്നവരെ ബോധ്യപ്പെടുത്തലാണ്. നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങളോട് കൂട്ടുകൂടി സ്നേഹം കാണിക്കുന്നവരുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ നിങ്ങൾ കേട്ടോ. ജീവിക്കാനുള്ള ഒരു അവസരവും നിങ്ങൾ പാഴാക്കണ്ട. ശ്വസിക്കാൻ കിട്ടുന്ന ഈ അവസരം ഈ സമയം വരെ നമുക്ക് ഒരവസരമാണ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാൽ മതി. തിന്ന് കാലിടറി വീണാൽ തീരാവുന്ന ഈ ആയുസ്സിൽ എന്ത് ജാതിയാണ്, എന്ത് മതമാണുള്ളത്? നമ്മളെല്ലാം മനുഷ്യർ മാത്രമാണ്. ആരെങ്കിലും നിങ്ങളോടൊരു തെറ്റിന് സോറിയോ അല്ലെങ്കിൽ മാപ്പോ സാരമില്ല എന്ന് പറഞ്ഞാലും അവരെ നിങ്ങൾ ഒരിക്കലും വിട്ടു നിർത്തേണ്ട കേട്ടോ. ഇഗ്നോർ ചെയ്യേണ്ട അവരെ നിങ്ങൾ. കാരണം അവരവരുടെ ഈഗോയെക്കാളും കൂടുതൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ബന്ധത്തിനും തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നന്നായിട്ട് അധ്വാനിച്ചോളൂ. കുറച്ചൊക്കെ ക്ഷമയോടും മര്യാദയോടും കൂടി നിങ്ങൾ നിൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വിജയം വളരെ വിദൂരമൊന്നുമല്ല. അതൊക്കെ അങ്ങ് എത്തിച്ചേർന്നോളും, വന്നുകൊള്ളും എന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ എന്ന് പറയുന്ന ഒരു ദിവസത്തേക്കൊന്നും മാറ്റിവെക്കാതെ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ളതൊക്കെ ഇന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്നേഹം മാത്രം. നമസ്കാരം.